Guys, what a day! CR7 won the Euros, Messi won the Copa America. ഇനി നമുക്ക് ഫൈനലിസിമയിൽ കാണാം. Are you guys ready? ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ, നമ്മൾ ആഗ്രഹിച്ച പോലെ ആ ഒരു ഇംഗ്ലീഷ് ടിയേഴ്സ് അത് ആസ്വദിക്കാൻ പോവാണ്. 2 യൂറോസ് ഇൻ എ റോ ഇംഗ്ലണ്ട് ഫൈനലിൽ തന്നെ തോറ്റിരിക്കുകയാണ് ഇത്തവണ സ്പെയിനിനെതിരെ. ടൂർണമെന്റിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടീം, ഏറ്റവും നല്ല ഫുട്ബോൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ടീം. ആൻഡ് ഇംഗ്ലണ്ടിന്റെ ഹറാം ബോളിനെതിരെയും അവർ വിജയിച്ചു ആൻഡ് ഡിസേർവ്ഡ്. ഓക്കെ, നോ കംപ്ലൈൻറ്റ്സ് ഫോർ മീ. ആൻഡ് ഇംഗ്ലീഷ് ഫാൻസ് ആയാലും നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഇംഗ്ലീഷ് പണ്ഡിറ്റ്സ് ആയാലും ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: ഹോൾഡ് ദാറ്റ്. ഈ ഒരു യൂറോക്ക് ശേഷം ഒരേ ഒരു ഇംഗ്ലീഷ് പേരുടെ കാര്യത്തിലാകും പൊതുവെ ഒരു സിമ്പതി ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാവരും ഹെയ്റ്റ്സ് ഇംഗ്ലണ്ട് മാൻ. ലൈക്ക് ഒരു കാര്യമില്ലാതെയാണെങ്കിൽ പോലും എല്ലാവർക്കും ഇംഗ്ലണ്ടിനോട് ദേഷ്യമാണ്. അത് അവരുടെ സ്വഭാവം കൊണ്ടാന്ന് തന്നെ പറയാം. ബട്ട് കോൾഡ് പാമർ ആളുടെ കാര്യത്തിൽ മാത്രം നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, യാ ഹി ഡിസേർവ്ഡ് ബെറ്റർ. ചെൽസിയോടൊപ്പം അത്രയും നല്ലൊരു സീസൺ കഴിഞ്ഞ് വന്ന പ്ലെയർ ആയിട്ട് പോലും ഈ ഒരു യൂറോയിൽ മുഴുവൻ ആളെ ഒരു ബെഞ്ച് വാർമർ പോലെയാണ് സൗത്ത് ഗേറ്റ് യൂസ് ചെയ്തത്. ആളുടെ ഓരോരോ ലീലാവിലാസങ്ങൾ. ഏറ്റവും വലിയൊരു പ്രശ്നം, ഇംഗ്ലണ്ടിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ അത്രയും നല്ല പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, പാമർ ബെഞ്ച് കിടന്നോട്ടെ. പക്ഷെ അങ്ങനൊന്നുമല്ല. അതും പോട്ടെ, ബാക്കിയുള്ള പ്ലെയേഴ്സ് മാച്ചിൽ 80-70 മിനിറ്റോളം കളിച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങി വന്ന് 20 മിനിറ്റിനുള്ളിൽ പാമർ ഓരോ തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ആൾക്ക് ഫൈനലില് ഇംഗ്ലീഷ് പ്ലേയേഴ്സ് മര്യാദയ്ക്ക് കളിക്കണില്ല എന്ന് കണ്ടിട്ട് പോലും വെറും 20 മിനിറ്റാണ് കൊടുത്തത്. ആളിറങ്ങി, ആൾ അപ്പം തന്നെ ഗോളും അടിച്ചു. ഹാരി കെയ്ൻ, ഫിൽ ഫോഡൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ഇങ്ങനെയുള്ള ഇംഗ്ലണ്ടിന്റെ മെയിൻ സ്റ്റാർസിനൊക്കെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ്. പക്ഷേ ഇംഗ്ലീഷ് പണ്ഡിറ്റ്സ് എന്നാലും ആരെ പറ്റിയാ സംസാരിക്കാന്നറിയോ? ഓഫ് കോഴ്സ് CR7 പറ്റിയിട്ട്. ദാറ്റ് ഫ്രോഡ്സ്. സ്പെയിനിനെ കുറിച്ചിട്ട് ഇപ്പം എന്താ പറയാ? ആദ്യം എല്ലാവരും എണീറ്റ് നിന്നിട്ട് റെസ്പെക്റ്റോടെ അവർ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു നന്ദി പറയൂ, അവരോട് താങ്ക് യു പറയൂ. കാരണം അവർ ഫുട്ബോളിനെയാണ് ഈ ഒരു ഫൈനലിൽ ജയിച്ച് സേവ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിക്കണം. യമാൽ അസിസ്റ്റ്, നിക്കോ വില്യംസ് ഗോൾ, കുക്കുറേയ അസിസ്റ്റ്, സബ്ബായിട്ട് ഇറങ്ങിയ ഓയർസബാലിന്റെ വിന്നിങ് ഗോൾ. ഓരോരുത്തരെ പറ്റിയിട്ട് പറയണില്ല. ഓരോ പ്ലെയറും, അവരുടെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആയാലും ഏറ്റവും ഓൾഡസ്റ്റ് പ്ലെയർ ആയാലും എല്ലാവരും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ആൻഡ് ആ ഒരു ടീം വർക്കിന്റെ റിസൾട്ട് തന്നെയാണ് ഈ ഒരു ട്രോഫി. റോഡ്രി ആണ് ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയത്. ആൻഡ് ആ ഒരു കാര്യത്തിൽ മാത്രമാവും ഇച്ചിരിയെങ്കിലും ഒരു ഡിബേറ്റ് ഫുട്ബോൾ ഫാൻസിനിടയിൽ ഉണ്ടാവുക. എന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് റോഡ്രിയേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്ത, റോഡ്രിയേക്കാളും നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ സ്പാനിഷ് പ്ലേയേഴ്സ് തന്നെ ഉണ്ട്. ആരാന്നൊന്നും ഞാൻ പറയണില്ല. ബട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യുക. ഫ്രാൻസിനെതിരായിട്ടുള്ള സെമി ഫൈനലിന് ശേഷം ലമീൻ യമാൽ ആൻഡ് റാബിയോ മൊമെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെയുള്ള ഒരു സിറ്റുവേഷൻ ഫൈനലിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ മാർക്ക് കുക്കുറയ്യ ആൻഡ് ഗാരി നെവിൽ. യൂറോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള ഗാരി നെവിലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കുക്കുറയെ പോലെയുള്ള പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്പെയിൻ ഫൈനൽ വരെ പോവാനുള്ള ചാൻസ് ഒന്നും ഇല്ലാന്ന്. ഈ ഒരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് കുക്കുറയ്യ 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, അവർ ഇംഗ്ലണ്ടിനെ തന്നെ തോൽപ്പിച്ച് കപ്പടിച്ചു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ ഗാരി നെവിലിനെ ഊക്കാണ് കുക്കുറയ്യ ആൻഡ് ആളുടെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം. കോപ്പ അമേരിക്ക ഫൈനൽ. എന്തുകൊണ്ട് അമേരിക്കയിൽ ഇങ്ങനത്തെ ഫുട്ബോൾ ടൂർണമെന്റ്സ് വെക്കരുത്? എക്സ്പെഷ്യലി വേൾഡ് കപ്പ് ഒന്നും അവിടെ കൊണ്ടുപോയി വെക്കരുത് എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസാ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നടക്കുന്നത്. അവരുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ഡൊണാൾഡ് ട്രംപിനെ ഷൂട്ട് ചെയ്യണു. ഇന്ന് ഫൈനലായിട്ട് പോലും മാക്സിമം സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇല്ലാതെ മാച്ച് ഡിലേ ആവണു. കുറേ പ്രശ്നങ്ങളുണ്ട്. എപ്പോൾ തോക്കേറ്റും ആൾക്കാർ വരുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല അവസ്ഥയാണ്. എനിവേ, അർജന്റീന വേഴ്സസ് കൊളംബിയ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ ലൗതാരോ മാർട്ടിനസ് 112 മിനിറ്റിൽ അടിച്ച ഏക ഗോളിൽ അർജന്റീന വോൺ എഗെയിൻ. ഒരിക്കൽ കൂടി അവർ കോപ്പ അമേരിക്ക ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ആയാലും അതിനു മുന്നേയുള്ള കോപ്പ അമേരിക്കാസ് ആയാലും ലൗതാരോ മാർട്ടിനസ് എപ്പോഴും അർജന്റീനിയൻ ഫാൻസിനിടയിലും ഫുട്ബോൾ ഫാൻസിനിടയിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഡിസേർവ്ഡ്ലി സോ. ആൾ കുറേ ചാൻസസ് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ടൂർണമെന്റ് ആളുടെ റിഡംഷൻ തന്നെയായിരുന്നു. നാഷണൽ ടീമിന് വേണ്ടിയിട്ടുള്ള ആളുടെ ബെസ്റ്റ് പെർഫോമൻസ്. ടോട്ടൽ 5 ഗോളുകളാണ് ഈ ഒരു ടൂർണമെന്റിൽ ആൾ അടിച്ചത്. കോപ്പ അമേരിക്ക 2021, വേൾഡ് കപ്പ് 2022, കോപ്പ അമേരിക്ക 2024, അതിൻ്റെ ഇടയിൽ ഫൈനലിസിമ
ഗൈസ് മെസ്സിക്ക് ഇന്റർനാഷണൽ ടൂർണമെന്റിലെ ഒരു ഹാപ്പി എൻഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇച്ചിരി ആള് ബുദ്ധിമുട്ടേണ്ടി വന്നു, കുറച്ച് കരയേണ്ടി വന്നു, അതൊക്കെ ശരിയാ. ഇപ്പൊ ആള് ഹാപ്പിയാ, യുനോ. സത്യം പറഞ്ഞ അർജന്റീന ഫാൻസ് ആയാലും മെസ്സി ഫാൻസ് ആയാലും ഈ ഒരു കോപ്പ അമേരിക്കയുടെ കാര്യത്തില് ഞാൻ ഉള്ള കാര്യം പറയട്ടെ, അവര് ടെൻസ്ഡ് അല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടെൻഷനും ഇല്ലാതെ ആയിരിക്കും അവർ ഈ ഒരു ടൂർണമെന്റ് മൊത്തം എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. ഈവൻ ഫൈനലിൽ എത്തിയപ്പോൾ പോലും അവർക്കൊരു ടെൻഷൻ ഉണ്ടാവൂല. ആദ്യമായിട്ടാവും ഇത്ര സമാധാനത്തിൽ അവരൊരു ടൂർണമെന്റ് കാണുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ദേ സ്റ്റിൽ വോൺ. ആകെയുള്ള ഒരു നെഗറ്റീവ് മൊമെന്റ് മേ ബി മെസ്സിക്ക് പറ്റിയ ഇഞ്ചുറി ആൻഡ് ആള് കരയുന്നതൊക്കെ കാണുമ്പോഴാവും. ആ ഒരു മൊമെന്റ് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. അഗെയിൻ ഗൈസ്, നിങ്ങൾ ഈ കരയുന്ന കാര്യത്തിലൊക്കെ മെസ്സി വേഴ്സസ് CR7 കൊണ്ടുവരുന്നത് എന്തിനാ? ഇതൊരു കോമ്പറ്റീഷൻ ആണോ നിങ്ങൾക്ക്? ആരുടെ കരച്ചിലാണ് ബെറ്റർ എന്ന് ചോദിച്ചിട്ട് CR7 കരഞ്ഞ ആഹാ, മെസ്സി കരഞ്ഞ ഓഹോ. ലൈക്ക് ബ്രോ, സ്റ്റോപ്പ്. കുറെ ആൾക്കാർ 2016 മൊമെന്റ്സ് ഒക്കെ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഗൈസ് സ്റ്റോപ്പ്, ഗെറ്റ് ഹെൽപ്പ്. യുനോ, വേറുള്ള ഒരാൾക്ക് ഇഞ്ചുറി പറ്റുന്നതും ആൾ കരയണതും നിങ്ങൾ കമ്പയർ ചെയ്യാനുള്ള സാധനങ്ങളല്ലത്. ഓക്കെ, വേറൊരാൾക്ക് വന്ന ഇഞ്ചുറിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. ഗൈസ് സ്റ്റോപ്പ്, ദിസ് ഈസ് നോട്ട് ഹെൽത്തി. യുനോ, ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ രസമാണ്, ട്രോളുന്നതൊക്കെ രസമാണ്, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. മെസ്സി എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇഞ്ചുറിയുടെ പെയിൻ ഉണ്ടാവും, അതേപോലെ ഫൈനൽ വരെ എത്തിയിട്ട് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്തതിന്റെ വിഷമം ഉണ്ടാവും. അതങ്ങനെയാണ്. അന്ന് CR7 പെനാൾട്ടി മിസ്സാക്കിയപ്പോൾ കരഞ്ഞതൊക്കെ ഒക്കത്തിനും അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. നിങ്ങളിത് ട്രോളാൻ വേണ്ടിയിട്ടും ഈ കരച്ചിൽ കോമ്പറ്റീഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുപോലെ ഈ ടൈപ്പ് മൊമെന്റ്സ് വരുമ്പോൾ രണ്ട് കൂട്ടം ഫാൻസ് ഇറക്കുന്ന ഒരു ഡയലോഗാണ്, അന്ന് അങ്ങനെ ചെയ്തില്ലേ അതിനുള്ള കർമ്മയാണ് എന്ന്. ഏത് മാങ്ങിയത്തെ കർമ്മ? നിങ്ങൾ ഫാൻസ് അവിടെയും ഇവിടെയും കിടന്ന് അടി ഉണ്ടാക്കി ഓരോ ടൈപ്പ് ട്രോളലും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ. മെസ്സിയും CR7 എന്ത് പിഴച്ചു? ഓരെന്തിനാണ് ഈ കർമ്മ അനുഭവിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവണില്ല അതിന്റെ ലോജിക്ക് എന്താ. ആ കളിയാക്കിയ ആൾക്കാർക്ക് കിട്ടട്ടെ കർമ്മ, അപ്പോഴല്ല ഒരു രസമുള്ളൂ. അർജന്റീന ജയിച്ചു, ഇനി ഞാൻ മൂലക്ക് പോയിരുന്ന് കരയട്ടെ. ഞാൻ ഓരെക്കാളും നന്നായിട്ട് കരയും. കുറെ ഫാൻസ് അങ്ങനെയാണ് വിചാരിക്കുന്നുണ്ട്. അർജന്റീന ആൻഡ് മെസ്സി ജയിക്കുമ്പോഴൊക്കെ ഞാൻ വീട്ടിലിരുന്ന് കരയലാണെന്ന്. ഞാൻ കരഞ്ഞിട്ട് വരാം. ലൈക്ക് സീരിയസ്ലി കുറെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കണവരുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോസ് കാണുന്ന ആൾക്കാരായിട്ട്. ദാറ്റ്സ് ക്രേസി. ഞാൻ പോകുന്നതിന് മുന്നേ ഫൈനലിസിമ അർജന്റീന വേഴ്സസ് സ്പെയിൻ, ഐ വിൽ ബി ദർ. അന്ന് നമുക്ക് ശരിക്കും ഒരു അർജന്റീന ഹെയ്റ്റ് വാച്ച് നടത്താം. കാരണം കോപ്പ അമേരിക്ക ഫൈനലായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ശരിക്കൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഇല്ല. ഇല്ലീഗൽ സ്ട്രീം നടത്തി. എനിക്ക് വയ്യ അതിനൊന്നും. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും കട്ടായി പോകുന്ന സ്ട്രീം കാണാൻ. ഇനിയും 10 സെക്കൻഡ് എന്തോ ഞാൻ സംസാരിക്കണം, വീഡിയോ 8 മിനിറ്റ് ആക്കാൻ. ഒന്നും പറയാനില്ല. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ കാണാം. ബൈ ബൈ.